അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അത് എന്നാണ് എന്ന് അറിയിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ അല്ലേ? പലപ്പോഴും നമ്മളങ്ങനെ ആലോചിക്കാറുണ്ട്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നമുക്ക് മുമ്പിൽ മറച്ചു വെച്ചേക്കുന്നത് നമുക്ക് ഖൈർ കിട്ടുന്നതിന് തടസ്സമാകാൻ വേണ്ടിയല്ല, നമുക്ക് നന്മ ഉണ്ടാകുന്നതിൽ തടസ്സമാകാൻ വേണ്ടിയല്ല അങ്ങനെ മറച്ചു പിടിച്ചേക്കുന്നത്. മറിച്ച് ഒരു രാവിനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റിളാഹു ഫീ ത്വാഅതിഹി. അല്ലാഹു തആല മറച്ചു വെച്ചേക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹുവിൻ്റെ തൃപ്തി ഏത് ഇബാദത്തിലാണ് എന്നത് അല്ലാഹു മറച്ചു വെച്ചേക്കാണ്. എന്തിനു വേണ്ടിയാ? ഒരു ഇബാദത്തിനെയും നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടി, ഒരു നന്മയെയും നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന നന്മ ഏതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മറച്ചു വെച്ചേക്കാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന നന്മ ഏതാണ് എന്ന് നാം അറിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുമല്ലോ. എന്നാൽ അത് അള്ളാഹു തആല മറച്ചു വെച്ചേക്കാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന അമല് ഏതാണ് എന്നത് അള്ളാഹു മറച്ചു വെച്ചേക്കാണ്. മറ്റൊരു കാര്യമാണ് ഗളബഹു ഫി മഅസിയതിഹി. അള്ളാഹുവിൻ്റെ ദേഷ്യം ഏത് ദോഷത്തിലാണ് എന്നും അള്ളാഹു മറച്ചു വെച്ചേക്കാം. ഏത് ദോഷം ചെയ്താലാണ് അള്ളാഹുവിൻ്റെ ദേഷ്യം നമുക്ക് കിട്ടുക എന്ന കാര്യവും അള്ളാഹു തആല മറച്ചു വെച്ചേക്കാണ്. എന്തിനു വേണ്ടിയാ? ഒരു ദോഷത്തെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ ദോഷത്തെയും ഗൗരവത്തിൽ കാണുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തആല ഏത് ദോഷത്തിലാണ് അവൻ്റെ ദേഷ്യമുള്ളത് എന്ന് മറച്ചു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ വലിയഹു ഫി ഖൽഖിഹി. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ ആരാണ് എന്നും അള്ളാഹു തആല മറച്ചു വെച്ചേക്കാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ ആരാണ് എന്നതും അള്ളാഹു തആല മറച്ചു വെച്ചേക്കാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു മുഅ്മിനിനെയും നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മറച്ചു പിടിക്കലെല്ലാം നമുക്ക് ഖൈറിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ ചെയ്തേക്കുന്നത്. പല കാര്യങ്ങളും അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. വെള്ളിയാഴ്ചയിൽ ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അതേത് സമയമാണ് എന്ന് നമുക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല. എന്തിനു വേണ്ടിയാണ്? വെള്ളിയാഴ്ചയിലെ ഓരോ സമയത്തെയും ഗൗരവത്തിൽ നമ്മൾ കാണുന്നതിന് വേണ്ടിയാണ്, ആ രീതിയിൽ പരിഗണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഇസ്മുൽ അഅ്ലം ഏതാണ് എന്ന് അള്ളാഹു തആല മറച്ചു വെച്ചേക്കാണ്. ഇസ്മുൽ അഅ്ലം, ആ ഇസ്മുൽ അഅ്ലം പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്താൽ ദുആഇന് ഉടനടി മറുപടിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ 100 ഇസ്മുകളിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റ് ഇസ്മുകളിൽ നിന്നും ഇസ്മുൽ അഅ്ലം ഏതാണ് എന്ന് മറച്ചു വെച്ചേക്കാണ്. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളെയും ആ ഒരു ആദരവോടുകൂടി നമ്മൾ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ മാത്രമല്ല അള്ളാഹു തആല മറച്ചു വെച്ചേക്കുന്നത്, പല കാര്യങ്ങളും അള്ളാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഖൈർ തടയപ്പെടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മറ്റ് അവസരങ്ങളെയും നാം പരിഗണനയോടുകൂടി കാണുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മറച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ പരിഗണനയോടുകൂടി കാണുമ്പോൾ നന്മയുടെ കിതാബിൽ, നമ്മുടെ നന്മയുടെ ഗ്രന്ഥത്തിൽ ഒരുപാട് നന്മകൾ നമുക്ക് എഴുതി ചേർക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദർ കിട്ടിയവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കെല്ലാം നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും നൽകി ഉന്നതമായ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.